ഹലോ, ഇത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ സ്വീറ്റ് കോണാണ്. ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു സാലഡ് ഉണ്ടാക്കിയാലോ. സാലഡ് എന്ന് പറയാം, അതുപോലെ മസാല കോൺ എന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ മിക്ക ആളുകളും ചോറൊക്കെ വൈകുന്നേരം ഒഴിവാക്കിയിട്ട് പകരം ഈ സാലഡ് കഴിക്കുന്ന ആളുകളായിരിക്കും. അവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാലഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ പച്ചക്ക് കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ്. നമ്മൾ ജസ്റ്റ് ഉപ്പിട്ട് വേവിച്ച് കഴിക്കുന്നതിന് പകരം കുറച്ചതിൽ മസാലകൾ ചേർത്ത് കഴിക്കുമ്പോൾ കൂടുതൽ ഹെൽത്തി ആയിരിക്കും. നമ്മളത് കണ്ടിട്ടുണ്ടാവും പല സ്ഥലങ്ങളിലുമായിട്ട് പല തരത്തിലുള്ള കോണുകൾ. മസാല കോൺ ഉണ്ടാവും, ബട്ടർ കോൺ ഉണ്ടാവും, അതുപോലെ സാധാരണ കോൺ ഉണ്ടാവും. എങ്ങനെ വേണമെങ്കിൽ നമ്മൾ അതിൽ ചേർക്കുന്ന ഐറ്റംസ് പോലെ ഇരിക്കുമല്ലോ അതും. ഞാൻ ജസ്റ്റ് ഒരു കോൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു കോൺ തന്നെ അത്യാവശ്യം ധാരാളം ഉണ്ടാവും കേട്ടോ. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിത് 2-3 കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിൽ കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കുക. 2 വിസിലടിച്ചാൽ മാത്രം മതി. ഇനി ഞാൻ ചെയ്യുന്നത് പോലെ വലിയ കഷ്ണങ്ങളായിട്ട് വേവിക്കാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സീഡ് എടുത്തിട്ട് അത് മാത്രം എടുത്ത് വേവിച്ചാലും മതി. പിന്നെ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഈ 3 എടുത്ത് ഞാൻ വേവിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ഇതിനൊക്കെ ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള അത്ര ക്യാരറ്റ് എടുക്കാം. ഞാനൊരു ചെറിയ കഷ്ണം ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരേപോലെ ചെറുതായിട്ട് ഒരുപോലെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കത്തി കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതിൽ ചോപ്പ് ചെയ്തെടുത്താൽ പെട്ടെന്നാവും. അങ്ങനെ ക്യാരറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സവാള, ഒരു അരമുറി സവാള കട്ട് ചെയ്തിട്ട് ഈ ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേറെ പച്ചക്കറികൾ എന്തെങ്കിലും കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് കട്ട് ചെയ്തിടാവുന്നതാണ്. കുക്കുമ്പറൊക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ സവാള നന്നായി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കത്തിക്കൊണ്ട് ചെയ്താലും മതി കേട്ടോ. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി മുഴുവൻ തക്കാളി ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം. ഞാനൊരു പകുതി തക്കാളി മാത്രം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്ന മല്ലിയിലയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇനി പച്ചമുളക് വേണ്ടവർക്ക് അതും ചേർക്കാം കേട്ടോ. ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. ഇനി കുട്ടികൾ കഴിക്കുമ്പോൾ അവർക്കത് ഇഷ്ടമില്ല, അപ്പോൾ പച്ചമുളക് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ വേണ്ടത് ബട്ടർ കേട്ടോ. 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. അതടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ കോണ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 2 വിസിൽ മാത്രം മതിയിട്ട് കുക്കറിനകത്ത് വെള്ളം ഉപ്പിട്ട് വേവിച്ചെടുത്താൽ മാത്രമാണ്. ഇത് ചൂടോട് കൂടി ചെയ്യണം കേട്ടോ, അപ്പോഴേ അതിന് ടേസ്റ്റ് ഉള്ളൂ. ഞാനിങ്ങനെ ചെയ്യുമ്പോൾ കൈ ഭയങ്കര ചൂടായിട്ട് വേദനിക്കിയിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെ കട്ട് ചെയ്താൽ വേഗം കിട്ടും കേട്ടോ, പെട്ടെന്നാണ്. പക്ഷേ കൈ ഇങ്ങനെ ചൂടാവുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റാണ് ഒരു ഐഡിയ കിട്ടിയത്. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ബുദ്ധി ഉദിക്കുള്ളൂ. അങ്ങനെ ഞാൻ 2 കഷ്ണം ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷമാണ് പിന്നെ എനിക്കൊരു ബുദ്ധി ഉദിച്ചത്. അത് ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഇതുപോലെ വേവിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ സീഡ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേവിച്ചെടുക്കാവുന്ന കേട്ടോ. അപ്പോൾ പിന്നെ ഈ ചൂട് ആവേണ്ട ആവശ്യമില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധി. ഒരു പപ്പടക്കോൽ ജസ്റ്റ് കുത്തി കൊടുത്താൽ മതി. അത് പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ പെട്ടെന്നാവും, കൈ ചൂടാവുകയില്ല. ഇനി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ, കൈ ചൂടാവുകയില്ല. ഇനി ആദ്യം തന്നെ ഇത് വേവിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട്, അല്ല ആദ്യം തന്നെ സീഡ് മാറ്റിയിട്ടില്ല എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വേവിച്ചതിന് ശേഷം ഇതുപോലെ കുത്തിയിട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്യുന്ന പരിപാടിയിലേക്ക് കേട്ടോ. അങ്ങനെ നമ്മളെ കോൺ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്യുന്നത് അതിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഇടുന്നത് എന്താണ്, നമ്മുടെ ബട്ടറാണ് ഇടുന്നത്. ഇതിന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അധികം സമയം ആയിട്ടില്ല, അതുകൊണ്ട് കേട്ടോ കുറച്ച് കട്ടി. നമുക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ഇടാം കേട്ടോ. ബട്ടർ നല്ല ടേസ്റ്റ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കുറച്ച് അധികം ഇട്ടുള്ളൂ. കുറവാണെങ്കിൽ അത് നിങ്ങളനുസരിച്ച് ഇടാവുന്നതാണ്. ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് മെൽറ്റായി കിട്ടും കേട്ടോ, കാരണം കോണ് ചൂടാണ്. പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ ഇടുന്നത് കുരുമുളക് പൊടി കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടമാണ്. ഇതും കുരുമുളക് പൊടി തന്നെയാണ് ഇട്ട് രണ്ടാമത് ഇട്ടതും. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. നമ്മൾ കോണിൽ ബട്ടർ ഇട്ടിട്ട് ജസ്റ്റ് ഒക്കെ ഒന്ന് മെൽറ്റായതിന് ശേഷം ഈ പൊടികൾ ഇട്ടാൽ മതി. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ, കാരണം അതിലുള്ള ബട്ടറൊക്കെ പെട്ടെന്ന് ചൂട് കാരണം പെട്ടെന്ന് അത് മെൽറ്റായി കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇനി നമുക്കിതൊക്കെ മെൽറ്റായ ശേഷം ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് ആദ്യം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മല്ലിയില, ഇനി അതിനകത്തുള്ള എല്ലാത്തിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി വേണമെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം, കുക്കുംബർ ചേർത്ത് കൊടുക്കാം, എന്ത് വേണമെങ്കിൽ ചേർക്കാം. ക്യാബേജ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി, അതുപോലെ സവാള ഞാൻ ആദ്യം കുറച്ച് ചേർക്കട്ടെന്ന് എഴുതി. പിന്നെ നോക്കുമ്പോൾ എല്ലാതും അങ്ങനെ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു അരമുറി നാരങ്ങ ചേർത്തിട്ടുണ്ട്. നമ്മുടെ സാലഡിനകത്ത് കുരുമുളക് പൊടി നാരങ്ങ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റുന്ന സംഭവമാണ്. നാരങ്ങ ഒരു 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ എന്തെങ്കിലും ചേർക്കണം. അങ്ങനെ നമ്മൾ അരമുറി നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിന് എന്തെങ്കിലും കുറവുണ്ടോ, ഉപ്പ് കുറവുണ്ടോ, ബട്ടർ കുറവുണ്ടോ ഒക്കെ നോക്കിയിട്ട് നമുക്ക് വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇത്ര ബട്ടർ വേണം, ഇത്ര ഉപ്പ് വേണമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ ഉപ്പ് നമ്മൾ കോണിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് കുറച്ചും കൂടി ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് വേണമെന്ന് കരുതിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്താണ്. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഒരു മസാലയിൽ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഓൺലി നമ്മൾ കോൺ വേവിക്കുന്ന സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. വീണ്ടും നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്നില്ല, അപ്പോൾ എന്തായാലും ഉപ്പ് അത്യാവശ്യമായിട്ട് വരും. ഉപ്പ് ചേർത്ത് കൊടുക്കാൻ നോക്കിയിട്ട്
അങ്ങനെ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിത് മാത്രം കഴിച്ചാൽ മതി, ചോറൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ വയറ് ഫുള്ളാവും. ഇത് ഫുള്ളായിട്ട് കഴിക്കേണ്ട, പകുതി നമുക്ക് കഴിച്ചിട്ട് പകുതി വേണമെങ്കിൽ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് എടുത്ത് വെക്കാവുന്നതാണ്. ഇത് നമുക്ക് മാത്രമല്ല കുട്ടികൾക്ക് സ്കൂൾക്ക് വേണമെങ്കിൽ കൊടുത്തുവിടാവുന്ന കേട്ടോ. അത് നല്ല ടേസ്റ്റിയാണ്, ഇത് ഉണ്ടാക്കി നോക്കുകൊണ്ടു. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്